അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന സെമിനാർ നടത്തി. ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടത്തിയ സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന സെമിനാർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പാർപ്പിട വികസനം, നഗര ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ് നവീകരണം, മെച്ചപ്പെട്ട ഗതാഗതം, കൃഷി, പിന്നോക്ക, വനിത, യുവജന ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, കുടിവെള്ള വിതരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വിനോദസഞ്ചാരം, കലാ, സാംസ്കാരികം, വ്യാപാര, വ്യവസായങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലാണ് വാർഷിക പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിയ സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സമൃദ്ധമായ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും കൈകോർക്കുന്ന ഈ നാടിന്റെ സമഗ്ര വികസനമാണ് നഗരസഭയുടെ പ്രധാന ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മീറ്റ് യുവർ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രോഗ്രാമിന് രൂപം കൊടുത്തത്. ഈ മീറ്റ് യുവർ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഒത്തിരി സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് കേരളത്തിൻ്റെ വിവിധ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പോസ്റ്ററുകൾ പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഓരോ മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങളിത് നടത്തുകയാണിത്. മൂവാറ്റുപുഴ നഗരസഭയിൽ നിന്നാണ് ഞങ്ങളിത് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മീറ്റ് യുവർ ചെയർപേഴ്സണിൽ 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ നടത്തിയ പരാതികൾ വിശദമായിട്ട് പരിശോധിക്കുവാനും സമയബന്ധിതമായി അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകുവാനായിട്ടും നഗരസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുണ്ട്. ഉദ്യോഗസ്ഥർ വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും 2 തട്ടിലല്ല 1 തട്ടിൽ നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിന്റെ ലക്ഷ്യം. വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസംബികം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, രജിത P, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ റെജീന, നഗരസഭാ സൂപ്രണ്ട് ഷീല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.